ഹായ് കുട്ടീസ്, ഇത് ക്രിസ്മസ് എക്സാമിന് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം പരിചയപ്പെട്ടാലോ? നമ്മൾ ബോർഡിൽ കാണുന്ന ക്വസ്റ്റ്യൻസിനകത്ത് നിങ്ങൾ 4 ഫിഗേഴ്സുകൾ കാണുന്നുണ്ടാവും. ഈ 4 ഫിഗേഴ്സിന്റെയും ഫ്രാക്ഷൻ നമ്പർ എന്താണ് അല്ലെങ്കിൽ ഭിന്നസംഖ്യ എന്താണ് എന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ? എ എന്നുള്ള ഫിഗർ നമ്മൾ സർക്കിളിനെ 3 പീസ് ആക്കിയിട്ടുണ്ട്. അപ്പൊ 3 പീസിൽ കളർ ചെയ്തിട്ടുള്ള പോർഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 3 പീസിൽ കളർ ചെയ്തത് ഒരാളെ മാത്രമാണ് അല്ലെ. അപ്പൊ 3 എണ്ണത്തിൽ ഒന്നിനെ കളർ ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/3 പീസ് കളർ ചെയ്തു എന്ന് പറയാം. ദെൻ ബി പാർട്ട് നോക്കിക്കേ. ഈ ചിത്രത്തിനെ 8 ഈക്വൽ പീസ് ആക്കിയിട്ടുണ്ട്. 8 എണ്ണത്തിൽ 5 എണ്ണമാണ് കളർ ചെയ്തത്. സോ 8 പീസിൽ 5 പേര് കളർ ചെയ്തു എന്ന് പറഞ്ഞാൽ 5/8 ഭാഗം കളർ ചെയ്തു എന്ന് പറയാം. അടുത്ത് നോക്കിക്കേ, 2 കഷ്ണമേ ഉള്ളൂ. ആ 2 കഷ്ണത്തിൽ ഒരാളെ കളർ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 2 എണ്ണത്തിൽ ഒരാളെന്ന് പറഞ്ഞാൽ 1/2 പീസ് എന്ന് പറയാം. അതുപോലെ ഡി എന്നുള്ള ഫിഗറോ 4 പീസ് ആക്കിയതിൽ 3 പീസും കളർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അതിനെ 3/4 എന്ന് പറയാം. സോ ഇനി നിങ്ങൾ ഈ താഴെയുള്ള ടേബിൾ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ താഴത്തെ ടേബിളിൽ എന്ത് ചെയ്യണം? ഇവിടെ തന്നിരിക്കുന്ന ABCD ഫിഗേഴ്സിനെ എന്ത് ചെയ്യണം? നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കണം. സോ 5/8 5/8 കിട്ടിയത് ഏത് ഫിഗറിനാണടാ? ബി എന്ന് പറയുന്ന ഫിഗറിനാണ്. അതുപോലെ തന്നെ 1/2 കിട്ടിയത് സി എന്ന് പറയുന്ന ഫിഗറിനാണ്. ദെൻ 1/3 കിട്ടിയത് എ എന്ന് പറയുന്ന ഫിഗറിനാണ്. 3/4 കിട്ടിയത് നമ്മൾ ഡി എന്ന് പറയുന്ന ഫിഗറിനാണ്. സോ സിമ്പിൾ ആയിട്ട് ഇതുപോലെ മാച്ച് ചെയ്യാൻ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ചോദിക്കും. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ചോദ്യം കൂടെ കാണാം. ഡ്രോ എ സ്ക്വയർ ആൻഡ് ഷെയ്ഡ് 1/8 പാർട്ട്. ഒരു ചതുരം വരച്ചിട്ട് അതിന് ഈക്വൽ ആക്കി 8 പീസാക്കി മുറിച്ച് 1/8 ഭാഗം നിങ്ങളൊന്ന് ഷെയ്ഡ് ചെയ്യുക. സോ ഈ ഒരു ഉത്തരം സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. ഓൾ ദ ബെസ്റ്റ്.